ഏറെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം കൂലി ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. ദേവ എന്ന മുൻ ഗാങ് ലീഡറുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത് കൂലിയിലെ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് 200 കോടി രൂപയാണ് പ്രതിഫലമായി നൽകിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിനു പുറമെ ചിത്രത്തിന്റെ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തതിനെ തുടർന്ന് നിർമ്മാതാക്കൾ അദ്ദേഹത്തിന് 150 കോടി രൂപ കൂടി നൽകാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട്. അതുപോലെ അതിഥി വേഷത്തിലെത്തുന്ന ആമിർ ഖാന് 20 കോടി രൂപയും തെലുങ്ക് താരം നാഗാർജുനയ്ക്ക് 10 കോടി രൂപയും ലഭിച്ചു. നടൻ സത്യരാജിന് 5 കോടി രൂപയും ശ്രുതി ഹാസന് 4 കോടി രൂപയും പ്രതിഫലം ലഭിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ 5 ഭാഷകളിലായിരിക്കും കൂലി റിലീസ് ചെയ്യുക. ഓവർസീസ് വിതരണാവകാശം 81 കോടി രൂപയ്ക്കാണ് വിറ്റുപോയതെന്നാണ് വിവരം. തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണിത്. തെലുങ്ക് റൈറ്റ്സ് 60 കോടി രൂപയ്ക്ക് നാഗാർജുനയുടെ ബാനറായ അന്നപൂർണ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. തിയേറ്ററുകളിലെ പ്രദർശനത്തിന് ശേഷം ഒക്ടോബറിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം സ്ട്രീം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.